തൻ്റെ ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന ആളാണ് നടി ഷീലു എബ്രഹാം. ഇന്ന് ബിസിനസ് രംഗത്തേക്കും ഷീലു വന്നു കടന്നിരിക്കുന്നു. ബിസിനസ്സുകാരനായ ഭർത്താവിന് വലിയ പിന്തുണ ഷീലുവിനുണ്ട്. ഇതേക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ ഷീലു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഞാനൊരു ബിസിനസ്സുകാരിയായി വരുന്നതേ ഉള്ളൂ. ഭർത്താവ് ബിസിനസ് ചെയ്യുന്നത് കണ്ടുള്ള പരിചയമുണ്ട്. പുള്ളി അത്യാവശ്യം നല്ല ബിസിനസ്സുകാരനാണ്. മറ്റാരിലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ വളരെ കെയർഫുള്ളായ താരം. 50 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ 40 ലക്ഷം സൈഡിൽ വെച്ച് ബാക്കി 10 ലക്ഷമേ പുള്ളി ഉപയോഗിക്കൂ. ബേ സ്ട്രോങ് ആയി വയ്ക്കും. ഞങ്ങൾ അത്രയും സിനിമകൾ ചെയ്തു. അവസാനം ചെയ്ത 2 സിനിമകളും ഫ്ലോപ്പാണ്. ആ 2 സിനിമകളൂടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 12.5 കോടി രൂപയാണ്. പക്ഷെ അത് ഞങ്ങളുടെ ബിസിനസ്സെയോ ഫാമിലിയോ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയോ ബാധിച്ചില്ല. ഒരു സൈഡിൽ പുള്ളി ഉണ്ടാക്കി വെച്ച സ്ട്രോങ് ബേസാണ്. പക്ഷേ 12.5 കോടി പോയതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. പക്ഷേ സിനിമ ചെയ്യുമ്പോൾ ആ ബേസിൽ തൊട്ടുള്ള പൈസ ഉപയോഗിച്ചിട്ടല്ല ചെയ്തത്. ആരോടും കടവും മേടിച്ചിട്ടില്ല ഒന്നും ചെയ്തത്. അത് പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജിയാണ്. ഒരിക്കലും ഒരിടത്തു നിന്ന് 5 പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. 15 സിനിമകൾ ചെയ്തതിൽ 13ഉം വലിയ നഷ്ടത്തിലല്ല. പക്ഷേ സിനിമയിൽ നിന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സിനിമയിൽ നിന്ന് സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ചാൽ 500 പ്രൊഡ്യൂസർമാരിൽ 10 പേർക്കേ അതുണ്ടായിട്ടുള്ളൂ. കൊറോണ സമയത്ത് ഞങ്ങൾ 6 ഹോട്ടലുകൾ പൂട്ടേണ്ടി വന്നു. ബോംബെയിലുള്ള ബിസിനസ് പൂർണ്ണമായും നിർത്തി. ആകെ ഉണ്ടായിരുന്ന വരുമാനം ബിൽഡിങ്ങിൽ നിന്നുള്ള വാടകയായിരുന്നു. വാടകയ്ക്കെടുത്ത കമ്പനികൾ വീണപ്പോൾ വാടക പോലും കിട്ടാതായി. അപ്പോഴും ഞങ്ങളുടെ 450 സ്റ്റാഫുകളും കൃത്യമായ ശമ്പളം കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇത്ര ശതമാനം കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഭർത്താവ് ഉണ്ടാക്കി വെച്ച ബേസാണ് ഞങ്ങൾക്ക് ഇന്ന് നിലനിർത്തിയത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് പൊട്ടിച്ച് ഞങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നെന്നും ഷീലു എബ്രഹാം പറഞ്ഞിരുന്നു.